ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂട്ടിയുടെ കളംകാവൽ ഫസ്റ്റ് ലുക്ക് പുറത്ത്. ഇതുവരെ കാണാത്ത കഠിനവും രൗദ്രസുന്ദരവുമായ ഒരു അവതാറാണ്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയുടെ പുതിയ ചിത്രം കളംകാവൽ അതിന്റെ തീവ്രമായ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പകുതി കത്തിച്ച സിഗരറ്റ് പല്ലുകൾക്കിടയിൽ പിടിച്ചുകൊണ്ട് ത്രില്ലിംഗ് ആയ ഒരു ആക്ഷൻ രംഗത്തിൽ ഏർപ്പെടുന്ന മമ്മൂട്ടിയെയാണ് നമുക്ക് ഈ പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മമ്മൂട്ടി എത്തുന്നതുവരെ കാത്തിരിക്കാം എന്ന അടിക്കുറിപ്പോടെ നിർമ്മാതാക്കൾ ഇത് ആരാധകരോട് പങ്കുവെക്കുകയായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിശദമായി നോക്കുകയാണെങ്കിൽ പല്ലുകൾക്കിടയിൽ സിഗരറ്റ് കടിച്ചുപിടിച്ച് ശക്തിയും തീവ്രതയും നിറഞ്ഞ ഒരാളായി മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നു. ചെക്ക് ഷർട്ട് ധരിച്ചിരിക്കുന്ന അദ്ദേഹം ഒരു ആവേശകരമായ സാഹചര്യമോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ രംഗത്തിനിടയിലോ ആയിരിക്കുമെന്ന് തോന്നിക്കുന്നു. ചിത്രത്തിന്റെ പേര് കളംകാവൽ എന്നതോടൊപ്പം ദ വെനം ബിനീത് എന്ന ടാഗ്ലൈനും പോസ്റ്ററിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മമ്മൂട്ടിയെ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രമായി അവതരിപ്പിക്കുന്നതിന് ചിത്രത്തിൽ സൂചനകളുണ്ട്. നടൻ വിനായകനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നു. കൂടാതെ മമ്മൂട്ടിയുടെ സിലൗറ്റ് അടങ്ങിയ മറ്റൊരു പോസ്റ്റർ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ കളംകാവലിന്റെ മറുവശം എന്ന് പരിചയപ്പെടുത്തുന്നു. ദുൽഖർ സൽമാൻ നായകനായ 2021 കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായ ജിതിൻ കെ ജോസ് ജിഷ്ണു ശ്രീകുമാറിനൊപ്പം കളംകാവലിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നു. മറുവശത്ത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പ്രതീക്ഷിച്ച വിജയമെത്തിക്കാൻ കഴിഞ്ഞില്ല. ഗൗതം വാസുദേവ് മേനോന്റെ സംവിധാനത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ടൈംസ് 3 സ്റ്റാർ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ചിത്രത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ അനുഭവപ്പെടുന്ന അലസതയെ ആവേശകരമായ ക്ലൈമാക്സ് മാച്ച് കളയുന്നു. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്താണ്, അവർ ആരെയാണ് തിരിച്ചറിയുന്നത് എന്ന പോലുള്ള നിർണായക പ്ലോട്ട് പോയിന്റുകൾ യഥാർത്ഥ വസ്തുതകളിലൂടെ വിശദീകരിക്കപ്പെടുന്നില്ല. കൂടാതെ ഈ ആശയം വിവേചനത്തിനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നതിന് പകരം വാചകതലത്തിൽ പൊതുജനങ്ങൾ അതേ രീതിയിൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന അവലോകനം വ്യക്തമാക്കുന്നു. ദർബുക ശിവയുടെ സംഗീതം പുതുമയുള്ളതും ആകർഷകവുമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. വിജയ് യേശുദാസ് ഉന്മേഷത്തോടെ ആലപിച്ച ഒരു ഗാനവും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും തിരുമാലി സത്യപ്രകാശ് പവിത്രചാരി എന്നിവരും അദ്ദേഹത്തിനൊപ്പം പാടിയിട്ടുണ്ടെന്നും അവലോകനം വ്യക്തമാക്കുന്നു.